റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനുള്ള 4.5 ലക്ഷം മെട്രിക് ടൺ പാറ കാണാതായി. ചപ്പാത്ത സ്റ്റോപ്പ് യാർഡിൽ നിന്നുമാണ് പാറ കാണാതായത്. ചതുപ്പിൽ താഴ്ന്നു പോയെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ് അക്കൗണ്ടന്റ് അടക്കം 5 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. 40 കോടിയോളം രൂപയുടെ നഷ്ടം കണ്ടെത്തിയതിന് പിന്നാലെയാണ് പിരിച്ചുവിടൽ. 4.5 ലക്ഷം മെട്രിക് ടൺ പാറയാണ് കോട്ടുകാൽ സ്റ്റോക്ക് യാർഡിൽ നിന്ന് കാണുവാനില്ല എന്ന് ഇവർ അദാനി ഹെഡ് ഓഫീസിലേക്ക് അറിയിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഹൈവേ പണിഞ്ഞവർക്കും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി മറിച്ചുവിട്ട് കോടികളുടെ അഴിമതി നടത്തിയതാണ്. ഈ എമൗണ്ടിനെല്ലാം തന്നെ ഗവൺമെൻറ് ആൻസറബിളാണ്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മുൻ CEO അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇസ്തെക് എന്നൊരു കമ്പനിയാണ് അദാനി പോർട്ടിൽ പാറ സപ്ലൈക്ക് വേണ്ടി സബ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. ഈ ഇസ്തെക് എന്നൊരു കമ്പനിയെ മറവാക്കിക്കൊണ്ടാണ് ദിലീപ് ശേഖർ ആയാലും ഹെബിനായിരുന്നാലും അരുൺ മോഹനായാലും സുധീഷ് ആണെങ്കിലും മിസ്റ്റർ മുനീബ് ആണെങ്കിലും ഇനി ഇതിനപ്പുറത്തെ നമ്പേഴ്സ് ആജീവനാന്ത കരാർ ജീവനക്കാർ ഉള്ളിലുണ്ട്. ഇതിപ്പോൾ ഒരു നോമിനികൾ മാത്രമാണ് ഈ പുറത്തു പോയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളവരും ഉള്ളിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അരുൺ സോളമൻ തുടരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശം നൽകാൻ. അരുൺ, ഇതൊരു വലിയ വീഴ്ചയല്ലേ? 40 കോടിയോളം രൂപയുടെ നഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ഇതിലിപ്പോൾ അവർ വിശദീകരിക്കുന്നത് അത് ചതുപ്പിൽ താഴ്ന്നു പോയി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രതികരണത്തിൽ നിന്ന് പറഞ്ഞ പോലെ ഇതൊരു മറിച്ചു വിൽക്കലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നാണോ സംശയിക്കുന്നത്? ശ്രുതി, ഏറെ വിചിത്രമായിട്ടുള്ളൊരു വാദമാണ് നിലവിൽ ഈ അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിന്റെ അക്കൗണ്ടന്റ് കൂടിയായിട്ടുള്ള അരുൺ മോഹൻ ഈ കമ്പനിക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം. കാരണം ചപ്പാത്ത് യാർഡിൽ നിന്ന് ഇപ്പോൾ ഈ പാറകൾ കാണാതായത് ചതുപ്പിൽ താഴ്ന്നു പോയി എന്നുള്ളൊരു വിശദീകരണം 2 ആഴ്ചയ്ക്ക് മുമ്പാണ് അദാനി അഹമ്മദാബാദിൽ വിളിച്ചപ്പോൾ ഇദ്ദേഹം നൽകിയിരിക്കുന്ന വിശദീകരണം. നേരത്തെ തന്നെ ഈ അരുൺ മോഹൻ എന്ന് പറയുന്ന അക്കൗണ്ടന്റ് അടക്കമുള്ള കോറിയുടെ ചുമതലയുള്ള 5ഓളം വരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിരവധി പരാതികൾ അദാനിക്ക് മെയിൽ വഴി തന്നെ പല തൊഴിലാളികളും അയച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പാറ കാണാനില്ല എന്നുള്ള കണ്ടെത്തലിലേക്ക് അദാനി എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് വിഴിഞ്ഞം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ബെർത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇനി 1 മാസത്തെ പാറ മാത്രമാണ് വിഴിഞ്ഞം പോർട്ടിൽ അവശേഷിക്കുന്നത്. മറ്റൊന്ന് ബ്രേക്ക് വാട്ടറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 4 ലക്ഷം മെട്രിക് ടൺ പാറ എവിടെയാണ് കാണാതായെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ നടത്തിയിരിക്കുന്ന തട്ടിപ്പ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നിലവിൽ കേരളത്തിൽ നിന്ന് വരുന്ന കോറികളിൽ നിന്ന് വരുന്ന പാറയെ തമിഴ്നാട്ടിലെ കോറികളിൽ നിന്ന് വരുന്നതാക്കി മാറ്റിയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡിസ്റ്റൻസ് അനുസരിച്ചുള്ള കമ്മീഷൻ അടക്കം മറ്റ് പെർമിറ്റ് ഇല്ലാത്ത കോറി മേഖലകളിലെ വ്യക്തികളിൽ നിന്നും ഈ ആൾക്കാർ പങ്കെടുത്ത് എടുത്തു എന്നുള്ള കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടന്റിനെ അടക്കമുള്ളവരെ ഇപ്പോൾ ഈ പിരിച്ചുവിട്ടിരിക്കുകയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ്. മറ്റൊന്ന് കോൺട്രാക്ടർമാരെയും ഇതിന് കരുവാക്കിക്കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ 40 കോടിയോളം വരുന്ന നഷ്ടമാണ് നിലവിൽ വിഴിഞ്ഞത്തെ ഈ അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിന് ഉണ്ടായിരിക്കുന്നത്. ഈ നഷ്ടം ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ഈടാക്കുമെന്നുള്ള കാര്യം കൂടി നിലവിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ അക്കൗണ്ടന്റ് അടക്കമുള്ള പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കടക്കം ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. കോറി മേഖലയുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള ഒരു വ്യക്തി കൂടിയുണ്ട്. അങ്ങനെ 5ഓളം വരുന്ന ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയെന്നുള്ളത് അറിയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ഡ്രൈവർമാരും ഈ തട്ടിപ്പിന് കുരുതിയായി മാറി. കാരണം പെർമിറ്റ് ഇല്ലാത്ത കോറികളിൽ നിന്ന് പാറ കൊണ്ടുവന്ന സമയത്ത് തന്നെ തമിഴ്നാട്ടിലെ പല റെയ്ഡുകളിൽ നിന്നും ആ ഡ്രൈവർമാർ പല ജയിലുകളിൽ മാസങ്ങളോളം കിടന്ന ഒരു അവസ്ഥയുണ്ട്. 2024 കാരക്കോണം തമിഴ്നാട് അതിർത്തി പ്രദേശത്ത് നിന്നും പാറ കൊണ്ടുവരുന്ന സമയത്താണ് അരുൺ എന്ന് പറയുന്ന ഡ്രൈവർ 17 ദിവസത്തോളമാണ് ജയിലിൽ കിടന്നത്. ഇവരെയൊക്കെയും പുറത്തു കൊണ്ടുവരേണ്ടുന്ന ചുമതലയും പല ഘട്ടങ്ങളിൽ പല ഡ്രൈവർമാരെയും പുറത്തു കൊണ്ടുവന്നതും ഈ കമ്പനി തന്നെയായിരുന്നു. അങ്ങനെ പല നഷ്ടങ്ങൾ, ഈ 40 കോടിയോളം വരുന്ന നഷ്ടത്തിനപ്പുറം പല ഡ്രൈവർമാരുടെ ജീവിതവും കരുവാക്കിയ വലിയ തട്ടിപ്പാണ് നിലവിൽ വിഴിഞ്ഞത്ത് നടന്നിരിക്കുന്നത്. ശ്രുതി, തീർച്ചയായിട്ടും വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചതെന്നുള്ളതാണ്. 40 കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളതാണ്. എന്തായാലും 5 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.